ഹലോ ഗൈസ്, കുറച്ച് ഭേദമുണ്ട് കേട്ടോ തൊണ്ടയ്ക്ക്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എനിക്കിഷ്ടപ്പെട്ട സാധനമാണ്. അതായത് നമ്മുടെ മുളകിട്ട മീൻകറി. വീട്ടിൽ വന്നപ്പോൾ ഒരു പുതിയ ചട്ടി അച്ഛൻ കൊടുത്തിരിക്കണോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചട്ടിയും വെച്ച് അങ്ങോട്ട് നടക്കാം. അങ്ങനെയല്ല, ചട്ടിയിൽ ഒരു മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുതിയ ചട്ടിയല്ലേ, പിന്നെ ക്യാമറമാൻ്റെ അഭാവത്തിൽ എന്ത് സംഭവിക്കാം. കാരണം എൻ്റെ അല്ലുവാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് എന്നെ മൊത്തത്തിൽ കാണാത്തത്. പിന്നെ ഞാൻ തല കുമ്പിട്ട് നോക്കേണ്ടി വന്നു എൻ്റെ മുഖം ഒന്ന് കാണണമെങ്കിൽ. അപ്പോൾ നമ്മളിതാ ഈ മത്തി മുളകിട്ട കറിയാണ് വെക്കുന്നത്. ഇത് പിടയ്ക്കണ മത്തി എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ പിടപ്പിക്കേണ്ടി വരും, അല്ലാതെ അത് പിടയ്ക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതാ മത്തിയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ജസ്റ്റ് ഒന്ന് തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടാക്കാൻ വയ്ക്കുക, എണ്ണ ഒഴിക്കുക. നാടൻ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനിട്ട് ഞാൻ കുറച്ച് ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചു കേട്ടോ. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ടു. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി അതും ഇട്ടു. പിന്നെ 2 പച്ചമുളക്, എരിവ് കുറച്ച് ഇരുന്നോട്ടെ, കാരണം മീൻകറിക്ക് കുറച്ച് എരിവുണ്ടെങ്കിലൊക്കെ ഒരു ചൊടിയും പുളിയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായ നമ്മുടെ ഫ്രഷ് കരിവേപ്പിലയാണ്, അതും ഒരു 2-3 ഇല, അല്ല 2-3 കൊമ്പ്, എന്തോ 2-3 എണ്ണം അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് വീണ്ടും അതിനിങ്ങനെ വഴറ്റി ചുരുക്കായ എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തു. അതിന് മുമ്പ് തക്കാളി ഇട്ടു, അത് പറയാൻ മറന്നു. തക്കാളി ഇടണം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വരണം കേട്ടോ. അതിൻ്റെ ഒരു മണമൊക്കെ മാറിയൊരു ഇങ്ങനെ വഴറ്റുമ്പോഴുള്ളൊരു മണമല്ലേ, അത് വരണം. പിന്നെ ഞാൻ കുറച്ച് പുളി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നന്നായി വഴന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഞാൻ ഇടുന്നത് കാശ്മീർ ചില്ലിയാണ്, കാരണം ഓൾറെഡി പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് കളർ ഇരുന്നോട്ടെ വേണ്ടി കാശ്മീർ ചില്ലിയും, പിന്നെ കുറച്ച് സാധാ മുളക് പൊടി ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം മുളകിട്ട മീൻ കറിയാണ്. എന്നിട്ട് കുറച്ച് പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടാണ് ഉപ്പിട്ടത്. അങ്ങനെ നമ്മളത് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മുടെ മത്തി അങ്ങോട്ട് തട്ടി കൊടുക്കുക. ആ മത്തി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. ആ വേവണ സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്തെ പാനിൽ കുട്ടികൾക്കുള്ള മീനൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ എന്തൊക്കെയാണ് ചില്ലറ പണികളുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ നമ്മുടെ മീൻകറി സെറ്റായി. പിന്നെ കുറച്ച് നാടൻ വെളിച്ചെണ്ണയും വീണ്ടും കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് അടച്ചു വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു മണം. പിന്നെ ഞാൻ ഓവർ എക്സ്പ്രഷൻ ഇട്ട് തള്ളണമെന്നില്ല, കാരണം ഞാൻ ഉണ്ടാക്കിയതാണല്ലോ, നന്നാവാതിരിക്കില്ല. കാര്യത്തിൽ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കഴിച്ചവർ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം മീൻകറിയും ചോറും കയ്പ്പയ്ക്ക ഉപ്പേരിയും മുളക് വറുത്തതും പിന്നെന്താ അമ്മ ഒരു ചമ്മന്തി ഇട്ട് വന്നു. അത് ലാസ്റ്റാണ് അമ്മയ്ക്ക് ഇടാൻ ഓർമ്മ വന്നത്, ഞാനും മറന്നുപോയി. അത് നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ, നല്ല പുളിയൊക്കെ ആയിട്ട്. അപ്പം നന്നായി ഭക്ഷണം കഴിച്ച് പുതിയ വീഡിയോയിൽ കാണാം. ബൈ.